ചേർത്തലയിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള വിതരണം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചേർത്തല തെക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി AXCA ഉപരോധിച്ചു. ചേർത്തലയിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള വിതരണം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചേർത്തലയിലെ തെക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി AXCA ഉപരോധിച്ചു. കഴിഞ്ഞ കുറെ ആഴ്ചകളായി ചേർത്തല താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ ജപ്പാൻ കുടിവെള്ള വിതരണം നിലച്ചിട്ട 10,000-കണക്കിന് തീർത്ഥാടകർ വരുന്ന അർത്തുങ്കൽ പള്ളി തിരുനാൾ നടക്കുന്ന ചേർത്തല തെക്ക് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിലും കടക്കരപ്പള്ളി പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിലും കുടിവെള്ള ക്ഷാമം മൂലം ജനങ്ങളുടെ ജീവിതം അതീവ ദുരിതത്തിലായിരിക്കുകയാണ്. ചേർത്തല നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് ചേർത്തലയിൽ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ടും കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായ സാഹചര്യത്തിലും ഇതിന് പരിഹാരം കാണുവാൻ സ്ഥലം MLA കൂടിയായ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവാത്തത് പ്രതിഷേധാർഹമാണെന്നും ഇതിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ മന്ത്രിയുടെ വസതിയിലേക്ക് ജനങ്ങളെ അണിനിരത്തി മാർച്ചടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC സെക്രട്ടറി S ശരത് പറഞ്ഞു. കടക്കരപ്പള്ളി പഞ്ചായത്തിലെ മെമ്പർമാരെ വിളിച്ചിരുന്നു, ജനങ്ങളെ വിളിച്ചിരുന്നു. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ സമാനമായ സാഹചര്യമാണ് തീരദേശത്ത്. പല പ്രദേശങ്ങളിലും ഇപ്പോഴും ഈ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത് കുടിവെള്ളമാണ്. കുടിക്കാൻ, കുളിക്കാൻ, മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുടിവെള്ളം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ അധികാരത്തിലൊക്കെ ഇവർ കടിച്ചു തൂങ്ങിയിരിക്കാനുള്ള ഒരു ധാർമ്മികത ഇവർക്കുണ്ടോ എന്നൊരു സ്വയം ചിന്തിക്കണം. ഞങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ സമരമാണ്. ഞങ്ങളിതിൽ ജനപ്രതിനിധികൾ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. ജനപ്രതിനിധി അല്ലാത്ത ഞാൻ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്ന സമരം ജനങ്ങളെ അണിനിർത്തിയുള്ള സമരമായി. ആ സമരം മന്ത്രിയുടെ വസതിയിലേക്കായിരിക്കും ഞങ്ങൾ നടത്താൻ പോകും. ഇതിന് മറുപടി പറയേണ്ട ബാധ്യത ഇവിടുത്തെ സ്ഥലം MLA കൂടിയായ മന്ത്രിക്കുണ്ട്. ഇവിടെ ഈ കാലിക്കുടവുമായി ഞങ്ങൾ നടത്തുന്ന സമരം ഇതിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ വസതിയിലേക്ക്, ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട സാഹചര്യം ഉണ്ടാവും. പാർലമെന്ററി പാർട്ടി ലീഡർ ബാബു ആന്റണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനയ, വൈസ് പ്രസിഡന്റ് രതിമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ ജയ്മോൻ മടവന, KP പ്രശാന്ത്, മേരി ലിൻഡോ, ശൈലജ, സജിത് ആന്റണി, ജോൺ ബ്രിട്ടോ, മഞ്ജുഷ ജയൻ, മാത്യു മൈക്കിൾ, ജോസ് ബെനറ്റ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിൻ മീഡിയ, ചേർത്തല.